സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സല്ലാപം പദ്ധതിയുടെ പ്രവർത്തനം ഇന്നു മുതൽ തുടങ്ങുകയാണല്ലോ. സോഷ്യൽ വർക്കിൽ ബിരുദാനന്ത ബിരുദം ചെയ്യുന്ന നിങ്ങളോട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുമായി പദ്ധതിയുടെ ഡയറക്ടർ മന്മഥൻ സാറിനെ ക്ഷണിച്ചോളൂ. പ്രിയപ്പെട്ട MSW വിദ്യാർത്ഥികളെ, ശരിക്കും പറയുകയാണെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത ഒരു കെട്ട കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാലവും നമ്മളെല്ലാവരും ഈ ആരോഗ്യത്തോടു കൂടിയും ഈ ചുറുചുറുക്കോടു കൂടിയും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആരും വിചാരിക്കണ്ട. നമ്മളൊക്കെ വയസ്സാകും. വയസ്സായി കഴിയുമ്പോൾ ഒറ്റപ്പെടും. ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ശരിയായ വേദന അറിയാൻ പറ്റുള്ളൂ. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ഏകാന്തത അനുഭവിക്കുന്നവർക്ക് ഊർജം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ സല്ലാപം എന്ന ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയേണ്ട പാഴ്വസ്തുക്കളല്ല മുതിർന്ന പൗരന്മാർ. അതുകൊണ്ട് തന്നെ അവരുമായി നിരന്തരം സല്ലപിക്കുക, ഫോണിലൂടെ നിരന്തരമായി അവരോട് വർത്താനം പറയുക. ഇനി ഫോണിലല്ല, നേരിട്ട് പോയി നമ്മൾ സംസാരിക്കേണ്ട വിഷയമാണെങ്കിൽ നേരിട്ട് പോയി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ മനസ്സിന് വേണ്ട ശക്തിയും ഊർജവും ഒക്കെ പകർന്നു കൊടുക്കുക. അപ്പൊ തന്നെ അവർക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും. അവർക്ക് വർത്താനം പറയാൻ പോലും ആരും ഇല്ലാത്തതാണ് കൂടുതൽ പ്രശ്നങ്ങളുടെ കാരണം. ഒന്നോ രണ്ടോ മക്കളുണ്ടാവും, അവർ വിദേശത്തായിരിക്കും. ഈ വയസ്സായ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരിക്കും. പരസ്പരം എത്രയെന്ന് പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കിയിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർക്ക് മനസ്സിന് വേണ്ട ഊർജം പകർന്നു കൊടുക്കുക. സല്ലാപം എന്ന ഈ പദ്ധതി അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പദ്ധതിക്ക് എല്ലാവിധ വിജയാശംസകളും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നമ്മളിപ്പോ ഈ വൃദ്ധന്മാരായ ആരുമായിട്ട് സംസാരിക്കാതിരിക്കാണവരല്ല വിളിക്കണത്. അതെ. അപ്പൊ ഇവരാരോടെങ്കിലും വേണ്ടിയിട്ട് 2-3 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ നമ്മ വിളിച്ച ഇവര് വെക്കൂല. ഫോൺ കട്ടിയില്ലല്ലോ പെട്ടെന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടുമ്പോ. അപ്പൊ ഒരുപാട് പൈസ ആകുമ്പോ അത്രയും പൈസ നമുക്ക് ചാർജ് ചെയ്ത് തരുമെന്നാണ് ഒരു സംശയം ഫോണിന്റെ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ചാർജിങ്ങിനുള്ളതും നിങ്ങളുടെ യാത്രാ പദ്ധതി ഇതെല്ലാം നമ്മൾ അനുവദിക്കുന്നതാണ്. ഫോണും തരുമോ സാർ? ഫോണ് തരില്ല. ഫോണ് ഉള്ളവര് ഇതിനിറങ്ങിയാൽ മതി. ഒരുപാട് പ്രവാസികളായ മക്കള് അവരവിടുന്ന് വിളിച്ച് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ 14567, അതിലേക്ക് വിളിച്ചിട്ട് ഈ സഹായം, ഈ സല്ലാപം പദ്ധതിയിലേക്ക് അവരുടെ മാതാപിതാക്കൾക്ക് സേവനം വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ഫോണ് റീചാർജ് ചെയ്ത് തരുമല്ലോ. നമുക്ക് അതിനകത്ത് ഇപ്പൊ മറ്റു കോളുകളും വിളിക്കാൻ പറ്റുമല്ലോ. ഈ വീഡിയോ കോള് ഉൾപ്പെടെയുള്ള കോളുകളുണ്ടല്ലോ. MSW തന്നെയാണോ പഠിച്ചത്? സോഷ്യൽ വർക്ക് തന്നെയാണല്ലോ അല്ലേ? മറ്റു കോളുകൾക്ക് നിങ്ങൾക്ക് ഫോണുണ്ടല്ലോ. ഇത് ദുരുപയോഗം ചെയ്യാനല്ല, ഈ ഒരു പദ്ധതിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഒത്തുകൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് തരുന്നത്. അപ്പോൾ നിങ്ങൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ അവർക്ക് കൊടുക്കുക. ഇനി നിയമോപദേശം വേണമെന്നുള്ളവർക്ക് നിയമോപദേശം കൊടുക്കാം, പോലീസ് സഹായം വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കാം, പിന്നെ മെഡിക്കൽ സഹായം വേണമെന്നുള്ളവർക്ക് അതും കൊടുക്കാം. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ അവർക്കൊപ്പം ഉണ്ട്. അവർ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകരുത്. അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് കാട് കയറി സംസാരിച്ച് പോകണ്ട. ഒറ്റപ്പെട്ട് കഴിയുന്നവരെ കണ്ടെത്തുക, അവരുമായി സല്ലപിക്കുക, അവരുടെ മനസ്സിൽ മഞ്ഞുമഴ പെയ്യിക്കുക. ഇവിടെ ആരുല്ലേ? ഹലോ. അല്ലല്ല, ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേ വെക്കല്ലേ. എന്തേ? രാജേഷിന്റെ വീടാണോ? രാജേഷിന്റെ വീട് ഈ പുത്തമ്പുരക്കൽ. അതാണ്. ഞാൻ ഇവിടുത്തെ പുതിയ പോസ്റ്റുകാരാണേ. കറക്റ്റായിട്ട് സ്ഥലമൊന്നും അറിയില്ല. ശരി. അവരവിടെ ഇല്ലേ? ഇല്ലല്ല. നമ്പർ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ? ഓ, അവരവിടെ ഉള്ളപ്പോഴേ ഒരു സഹകരണം ഇല്ലാത്തങ്ങളാ. ഞാൻ മിണ്ടാനൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അപ്പ എന്നെ വാതിൽ അടച്ചോളെ. അങ്ങനത്തെയാ. ഇപ്പൊ തിരുവനന്തപുരത്ത് എവിടെയാന്ന് തോന്നും. അവിടെയാ. നമ്പറിട്ട് ഒരു വഴിയില്ല. മോന് ഇപ്പഴാ ജോലി കിട്ടി? എനിക്ക് കുറച്ച് ദിവസമായിട്ടുള്ളൂ. എവിടെ വീട്? വീട് അരൂര് തന്നെ. അതെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയൊക്കെ ഉണ്ട്. അതെ. എന്നാ കേറി ഇരിക്കുക, അമ്മ ചായ എടുത്തു തരാം. അയ്യോ വേണ്ട, എനിക്ക് കുറച്ച് സ്ഥലം കേറാണ്ട്. പുതിയതായിട്ട് എനിക്ക് വഴികളൊന്നും കറക്റ്റായിട്ട് അറിയില്ല. തിരക്കി പിടിക്കണം, താമസിക്കും. അപ്പൊ നിനക്ക് സമയല്ല? അതെ. എന്നോട് വർത്താനം പറയാനൊന്നും സമയല്ലേ അല്ലേ? അല്ല, അമ്മയോട് ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കെന്നല്ല, 5 മക്കളുണ്ട്. ഒരു 10 കൊച്ചുമക്കളും ഉണ്ട്. വല്ലപ്പോഴും കൂടി വരുമ്പോ തന്നെ അങ്ങനെ കാറ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തും.
പെട്ടെന്ന് പോവുകയും ചെയ്യും. എന്താ അങ്ങനെ? അറിയില്ല, അവർക്ക് തിരക്കൊല്ലും കാണും. അതാ എല്ലാവർക്കും തിരക്കാ. സമയല്ലേ, ആർക്കും സമയമില്ല. Yeah. എന്റെ ചിരി കാണാനും എന്നോട് വർത്താനം പറയാനും ഒക്കെ എത്ര ആള് കാത്തിരിക്കായിരുന്നു. അമ്മേ ഞാൻ പൊക്കോട്ടെ എന്നാ. വാ കേറിയിരിക്കേ, പഞ്ചസാര വെള്ളം തരാ. വേണ്ടമ്മേ, ഞാൻ പോണ്. കുറച്ച് വീടുകൾ കണ്ടുപിടിക്കണ്ടേ, അറിയില്ലാത്തോണ്ട്. പോട്ടെ എന്നാ പിന്നെ. ശരി, കാണാട്ടോ. ഇനി വരാം. എപ്പ വരൂ? ലെറ്റർ വല്ലതും ഉണ്ടെങ്കിൽ വരാം. ഓ, ആ ശരി. ആരയക്കാൻ? ആരും ഉണ്ടാവില്ല അയക്കാൻ. ഹലോ. ഹലോ, മണ്ടോദരി അമ്മൂമ്മയല്ലേ? ആ അമ്മൂമ്മയെ സുഖാണോ? ആ സുഖൊക്കെ. ആരാത്? എന്റെ പേര് കല്യാണി എന്നാ. ഞാൻ സാമൂഹ്യ നീതി വകുപ്പിന്റെ സല്ലാബ് എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വിളിക്കുന്നത് അമ്മൂമ്മനെ. കുട്ടിക്ക് നമ്പർ മറിയുന്നു തോന്നുന്നു. സല്ലപിക്കാനൊന്നും പറ്റിയ പ്രായമല്ല മോളെ. വേറെ ആരെച്ച വിളിച്ചോളൂ. നമ്പർ മാറുന്നല്ല അമ്മൂമ്മേ, ഞാൻ അമ്മൂമ്മേനോട് കുറച്ചു നേരം സല്ലപിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ എനിക്കറിയാ. ഓരോന്ന് പറഞ്ഞിങ്ങനെ വിളിക്കൂ. അവസാനം ആധാർ ഏതാ ബാങ്ക് ഏതാന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്നൊക്കെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ ബാങ്കിലെ കാശൊന്നും എടുക്കാനല്ല അമ്മൂമ്മേ, അമ്മൂമ്മേനെ ചതിക്കാനും അല്ല. അമ്മൂമ്മയുടെ കൊച്ചുമോളായിട്ട് കണ്ടാൽ മതി എന്നെ. ആരാ? കൊച്ചുമോളായിട്ട് കണ്ടാ മതിയെന്ന്. അമ്മൂമ്മയ്ക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ ഇല്ലേ? ഉണ്ട്. 5 മക്കളുണ്ട്. 10 കൊച്ചുമക്കളും ഉണ്ട്. പക്ഷെ അങ്ങോട്ട് വരില്ല. വന്നാൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് തിരിച്ചു പോകും. അമ്മൂമ്മയെ പോലെ ഏകാന്തരായി കഴിയുന്നവരുമായിട്ട് ഫോണിൽ സല്ലപിക്കാനാണ് സർക്കാർ പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊന്നും എന്റെ സങ്കടം മാറില്ല കുട്ടിയെ. അതൊക്കെ മാറും അമ്മൂമ്മേ, ഞങ്ങൾ മാറ്റും. അമ്മൂമ്മയുടെ ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോണോ, അത് ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണോ? എന്താ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോ? അതൊന്നല്ല. ഒരാളെ കാണണമെന്നുണ്ട്. ആരെയാ അമ്മൂമ്മയ്ക്ക് കാണേണ്ടത്? അതെന്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ഒരാളാ, സത്യശീലൻ. എവിടെയാന്നൊന്നും അറിയില്ല. അന്ന് ആ തേവരേന്റെ അടുത്തായിരുന്നു വീട്. ഇപ്പൊ ആളുണ്ടോ, എന്താ ചെയ്യണ് ഒന്നും അറിയില്ല. ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. അതന്നെ. ഞങ്ങള് കണ്ടുപിടിച്ചു തരാട്ടോ. സന്തോഷായില്ലേ? ഞാൻ പിന്നെ വിളിക്കേ. മാനത്ത് കണ്ണിയെ നോക്കി പുഞ്ചിരി തൂകിയ ബാല്യം. മാനത്ത് കണ്ണിയെ നോക്കി പുഞ്ചിരി തൂകിയ ബാല്യം. കണ്ണൻ ചിരട്ടയും ചീന്തിലക്കും വീളും കളിവീടും പൊന്നിമണിച്ചപ്പോൾ സ്വപ്നങ്ങളിൽ വന്നു കൂടുകെട്ടുന്നൊരു വർണ്ണച്ചിറകുള്ള ബാല്യം. സ്വപ്നങ്ങളിൽ വന്നു കൂടുകെട്ടുന്നൊരു വർണ്ണച്ചിറകുള്ള ബാല്യം. പറഞ്ഞോ. എവിടെ പോയതാ? ഇല്ല, കടയിൽ പോയേട്ടാ. കടയിൽ പോയെ. എന്താ കടയിൽ പോയത്? കടയിലേക്ക് പോയി? ആ എന്തിനു പോയി? സാധനം മേടിക്കാൻ പോയെ. സാധനോ? എന്ത് സാധനം? അല്ല, ഉച്ചക്കേക്ക് വീട്ടിലെ സാധനങ്ങള്. അല്ലാടെ മറ്റേ സാധനമല്ല. ആ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. ഇല്ല നിക്ക് ചോദിക്കട്ടെ. അതെന്താ എന്താ സഞ്ചിയില്? ഇല്ല, അത് ഉച്ചക്ക് വെക്കാനുള്ളത്. ഉച്ചക്കോ? എന്താ വെക്കണേ? ചോറും കറിയും വെക്കാനുള്ളതാ. ചോറ് കറിയോ? എന്താ കറിക്ക് വാങ്ങി? ഇല്ല, കറിക്കുള്ളതുണ്ട്. അരി മാത്രം മേടിച്ചിട്ടേ ഉള്ളൂ. അരിയോ? വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പോട്ടെ. അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഇത് എന്നെ വിളിച്ചോ. അതെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതെ, ആ കുട്ടിയാണ് വിളിച്ച. വരുന്ന ആ ചെക്കനെ എടാ നിന്നെ വിളിക്കുന്നു. മൂപ്പർക്ക് എന്തോ പറയണ്ടോ? തന്നെ വിളിക്കുന്നു. അല്ല നീ എവിടൊക്കെ? നീ അതാ പോയി. എവിടുന്നാ വരുന്നേ? ഞാൻ വീട്ടിൽ നിന്ന് വരിക. വീട്ടിന്നോ? എങ്ങടാ പോണേ? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. എവിടേക്ക്? ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്, കൂട്ടുകാരന്റെ വീട്ടിലേക്ക്. പോവാ. എന്താ അവിടെ? ഒന്നുമില്ല, ഫ്രണ്ട് വിളിച്ചപ്പോ പോയോ? ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട്. അവിടെ നിക്കേ, ഒരു കാര്യം പറയട്ടെ. ചോദിക്കട്ടെ, എന്താ പേര്? ഡിറ്റോ.
ഡിറ്റോ. എന്ത് ഡിറ്റോ 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 ഡിറ്റോന്നാ പൊക്കോട്ടെ. ഹായ് നിക്ക് എവിടേക്ക് പോണ്? വല്ല ഓൻ വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, കുറച്ചേരം വർത്താനം പറഞ്ഞിട്ട് പോവാടാ. അല്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് മറ്റേ ഇവിടെ ആ ഷാരത്തെ കുട്ടിയല്ലേ? ഷാരത്തെ അല്ല അല്ല അല്ല, ഗോവിന്ദന്റെ മകനല്ലേ? അല്ല, ജോസഫ്. ജോസഫിന്റെ ജോസഫ് ജോസഫ് ജോസഫോ? ജോസഫിന് എപ്പോഴേക്ക് ഉണ്ടായി? ജോസഫിന്റെ മകനായി? അവിടെ നിക്കടാ, അവിടെ നിക്കേ. എന്നാ ഒരു കാര്യം ചെയ്യാ, ലേശം സാമ്പാറ് കുടിച്ച് പോയാ മതി. വേണ്ട, ജോസഫ് ഇങ്ങോട്ട് വരുവേ. ഇല്ല വേണ്ട വേണ്ട, അവിടെ ഫ്രണ്ട്സ് കാത്ത്. എന്താ ഇവിടെ എത്തിയടാ ഒരു കിളവന്റെ മുന്നേ. ഇപ്പൊ റിലീസ് ആയിട്ട് വരാം. സംഭാരം കുടിച്ചിട്ട് പോവാ. അല്ല അല്ല, പോട്ടെ, ഫ്രണ്ട്സ് കാത്തുണ്ട്. സംഭാരം അല്ല വേണ്ട, നല്ല വേണ്ട. പോയി, ഓനും പോയി, ഓനും പോയി. ഇനിയിപ്പോ ആരാ വരണേ? കുട്ടിയെ പോലെ ഇടോ. ആരാ അത് നാവോ? കാലൊക്കെ കൂട്ടിയ എന്തായി കാട്ടത്? വീട് എന്തിനു ഇരിക്കുന്നേ? പിന്നെ ഞാൻ എവിടെ പോയിരിക്കും? എന്റെ വീടല്ലേത്? ആ മക്കള് പറഞ്ഞില്ലേ ഈ ഗേറ്റിന്റെ അടുത്ത് ഇങ്ങനെ വെയിലിന് വന്ന് ഇരിക്കാൻ പാടില്ലാന്ന്. മക്കളങ്ങനെ പലതും പറയാ. അവർക്കിപ്പോ എന്താ പറയാൻ പറ്റാത്തത്? അവരെന്നോടാ പറയുന്നത് അച്ഛൻ അങ്ങനെ ഇരിക്കാൻ സമ്മതിക്കുക എന്തിനു? പിന്നെ നീ ഇവിടുത്തെ പണിക്കാരനല്ലേ, നീ എന്റെ പണി നോക്കിയാ മതി. അല്ല ഇങ്ങനെ ഇരുന്നാലും അവർക്കല്ലേ കുറവ് അതിന്റെ. നീ ഒരു കാര്യം ചെയ്രാകവാ, സതീഷിന്റെ എന്റെ ഇളയ മോളിലെ ഓരോ കുട്ടികളോട്ടും ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ഇത് പറ. അല്ല അവർക്ക് രണ്ടാൾക്കും ട്യൂഷൻ ഉണ്ടെന്നാ പറഞ്ഞേ. മറ്റോ ജിമ്മിലും പോണല്ലോ. പിന്നെ ആര് വരണ്ട അടുന്ന്? ആരും കുഴപ്പമില്ല. ഇല്ല, എന്നാ ഞാൻ ഈ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടേ, ഇവിടെ വെച്ചാ പോരെ? അല്ല, അത് കഴിച്ചിട്ട് പോവാ. പാത്രം കഴുകണ്ടേ? അല്ല, എനിക്ക് അവിടെ പണിക്കാർ പണിയെടുക്കുന്നു. നിങ്ങളുടെ മോന്റെ പറമ്പില് പണിയെടുക്കുന്നുണ്ട് കുറെ ആള്. അപ്പൊ അവരെ നോക്കണം എന്ന് പറഞ്ഞു ഞാൻ. അതെ, അപ്പൊ ഇത് ഒന്നത് നല്ല കഴുകി വെക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ ഭയങ്കര സമയം പോയി ഒരു മണക്കും. എന്ത് ഇത് മാത്രം ഞാൻ കഴുകാനല്ലേ? അല്ല, മീൻ്റെ എല്ലാം ഇത് അതൊക്കെ അറിയാം. വെക്കോ. എന്നാ ഞാൻ ഗേറ്റ് ഇറക്കി, ഗേറ്റ് അടച്ചിട്ട് പോ. ആയിക്കോട്ടെ. വിളിച്ചവരെല്ലാം ടിക്ക് ഇടാം അല്ലേ? ഞാൻ അതേ വിളിക്കണ്ടേ? എനക്ക് ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോ ആ നമ്പർ വിളിച്ചു. ഇനിയിപ്പോ നമ്മ വിളിക്കേണ്ടത് തീക്കൂക്കിൽ കോയ. നമ്പർ നോട്ട്. സ്പീക്കർ. ധാരപ്പഞ്ചിന്റെ ഇടയില് സ്വൈരായിട്ടൊന്ന് കിടക്കാനും കൂടി സമ്മതിക്കൂലേ? ഹലോ, കോയപ്പുപ്പാടെ വീടല്ലേ? അതെ അതെ. എന്താണ്? വീട്ടിലൊറ്റക്കുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? വേറെ ആരുമില്ലാന്ന് അറിഞ്ഞിട്ട് ഈ വയസ്സിലും തട്ടിയുള്ളതൊക്കെ മോഷ്ടിച്ച് പോകാനുള്ള ആൾക്കാരാവും ചിലപ്പോ. ഹലോ ഹലോ ഹലോ. കേക്കുണ്ട്. വീട്ടില് വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ, ഇവിടെ കുറെ ആളുണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബഷീറേ, സുബേറേ, ബഷീറേ, എവിടെ പോയി കിടക്കണേ? ജമാലേ, ഒറ്റക്കല്ലല്ലോ, ഒരുപാട് ആളെ വിളിച്ചിട്ടുണ്ടല്ലോ. പുറത്തെ ഒറ്റക്കന്നെ നല്ലൊരു ടെക്നിക്. ഹലോ, വീട്ടിലാരെങ്കിലും ഉണ്ടോ? അതാ പറഞ്ഞാല് എന്താ നിങ്ങൾക്ക് വേണ്ട? ആൾക്കാരൊക്കെ ഉണ്ട്. എന്താണ്? അതെ, ഞങ്ങള് സർക്കാർ പറഞ്ഞിട്ട് വിളിക്കണേ. നിങ്ങളെ പോലെ ഒറ്റപ്പെട്ട് ആരുമില്ല
ഇല്ലാതെ സംസാരിക്കാൻ ആരുമില്ലാതെ തനിച്ച് താമസിക്കണവരോടൊന്ന് സംവദിക്കാനും സല്ലപിക്കാനും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ആ സല്ലപിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കായ് ചോദിക്കാൻ ഞാൻ മതി. അയ്യോ കാശൊന്നും വേണ്ട. ഇത് സർക്കാരിന്റെ പുതിയൊരു പ്രോഗ്രാമാണ് സല്ലാപം എന്ന് പറഞ്ഞിട്ട്. ജീവിതമൊക്കെ സുഖവും സന്തോഷവും അല്ലേ? ഓ പരമാനന്ദ സുഖം. ഭാര്യയൊക്കെ മരിച്ച്. ഓഹോ. പിന്നെ മക്കളുള്ളതില് മൂത്തം കല്യാണം കഴിഞ്ഞ് അവൻ ഗൾഫിലാണ്, ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട്. പിന്നെ ഒരുത്തുണ്ട് മൊയ്തു എന്ന് പറഞ്ഞ ഓമ്പടെ വ്യാപാരി വ്യവസായിയുടെ വലിയ ആളൊക്കെയാണ്. അവനക്കുണ്ടോ കുടുംബം നോക്കാൻ നേരം, അവന്റെ വാപ്പാനെ നോക്കാൻ നേരം, അവങ്ങനെ നേരം പരടുക്കല്ലേ. അപ്പൊ പരമാനന്ദ സുഖാണ്. കരയണ്ട കരയണ്ട ഉപ്പാപ്പ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അതിനാണല്ലോ ഈ പ്രോഗ്രാം ഒക്കെ ഉള്ളത്. അപ്പൊ ഈ മൊയ്ത് കൂടാതെ നേരത്തെ വിളിച്ച ശുക്കൂറും ജബ്ബാറും ഒക്കെ അത് ഞാൻ നിങ്ങളിപ്പോ ആരാന്നൊന്നും അറിയില്ല. എല്ലാ കള്ളന്മാര് ഇവിടെ ആളുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് കാക്കാൻ വന്നാല അന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഒരു മനുഷ്യനില്ല ഞാനല്ലാതെ. അല്ല ഞങ്ങള് കള്ളന്മാരല്ല, ഞങ്ങള് സർക്കാരിന്റെ സർവീസുമായിട്ട് നിങ്ങളെ ബന്ധപ്പെട്ട് വിളിച്ചതാണ്. നിങ്ങൾക്ക് പോലീസ് സഹായം വേണോ, നിയമസഹായം വേണോ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ, അതൊക്കെ ഞങ്ങൾ നിവർത്തിച്ചു തരും. അല്ല ഇപ്പൊ ഈ മൊയ്തു എന്ന് പറഞ്ഞ മോൻ നിങ്ങളെ പരിഗണിക്കണില്ലേ? ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യ, അതിന് സങ്കടപ്പെടണ്ട. ഈ മൊയ്തു നോക്കണില്ല എന്നും പറഞ്ഞിട്ട് ഒരു പരാതി എഴുതിത്താ. ഞാൻ എന്റെ പരാതിയൊക്കെ പഠിത്തവനോടാ പറഞ്ഞ, അല്ല ഇപ്പൊ സർക്കാരിനോട് പറഞ്ഞിട്ട് എന്ത്? ഈ വയസ്സായ കാലത്ത് വയസ്സായ ആൾക്കാർക്കാരുള്ളത്. നിങ്ങളിപ്പോ സർക്കാരല്ല, ആരും വന്നിട്ട് കാര്യമില്ല. വേണ്ടത് അവനവന്റെ ആൾക്കാരാണ്. അതില്ല. കരയണ്ട. അല്ല ഈ മൊയ്തു നിങ്ങളുടെ മോൻ തന്നെയാണ് ഈ പറയണ കേട്ടിട്ട്? ആ കാര്യത്തിൽ ഇപ്പൊ സംശയമുണ്ട് സാറേ. എനിക്ക് ജനിച്ച തന്നെയാണോ എന്നുള്ളത്. ഈ ഒരു പരാതി തന്നാലേ നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. DNA ഡി ഡാഡി എൻ നിലവിലെ എ ആണോ DNA അത്രയല്ലോ. DNA എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മോൻ തന്നെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ്. അതിനുള്ള സഹായം നമുക്ക് ചെയ്യാം. ഉണ്ടായിക്കോട്ടെ. അതൊന്നും നിൽക്കാറില്ല. ആദ്യമൊക്കെ ഞങ്ങൾ ഈ മൊയ്തു എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് എന്നൊന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. ഉപ്പാപ്പ, ഈ വാർദ്ധകാലത്തിന്റെ വല്ലാത്തൊരു ജീവിതത്തിന്റെ മരണത്തിന്റെ നൂൽപ്പാലത്തിനിടയ്ക്കാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയില് നമ്മൾ പെട്ടെന്ന് ഒരു രാത്രിക്ക് ഉപ്പാപ്പ മരിച്ചു വിചാരിക്കാം. ഇപ്പൊ 5-6 ദിവസം കഴിഞ്ഞിട്ട് ചീഞ്ഞു നാറി പുറത്തേക്ക് മണം വരുമ്പോ അന്ന് നിങ്ങളെ മോന് അല്ല ഇല്ല പേടിക്കണം. നിങ്ങൾ പിന്നെ സഹായിക്കാനോ അതോ കൊല്ലാനോ നിക്കണേ? ഇല്ല അത് ഒരു വള്ളി പൊട്ടി കേസാണ്. ഇല്ല കുഴപ്പമില്ല. എന്തെങ്കിലും നിങ്ങൾ ഇടക്കൊക്കെ വിളിക്കട്ടോ. ഞാൻ ചെയ്തോളാം. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുക കേട്ടാ. അതെ പോയോ? എന്ത് ഭ്രാന്തൊക്കെയാണ് വിളിച്ചു പറയണത്? സത്യം മരിക്കുമല്ല, മൂപ്പർ എന്തായാലും മരിക്കൂന്ന് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാനല്ലേ നമുക്ക് ശമ്പളം തന്നെ. അത് ശരി, അവർക്കും ഇല്ല സമയം. ഒക്കെ വെറുതെ ഓരോരുത്തർ വിളിച്ചത്. ആർക്കുമില്ല വയസ്സായ ആൾക്കാരെ അടുത്ത് 5 മിനിറ്റ് ഇരിക്കാൻ.